ഹായ് ബഡീസ്, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഖമാണോ എല്ലാവർക്കും? എല്ലാ ബഡീസിനും ടീച്ചർ ചാനലിലേക്ക് ഗ്രീറ്റിങ്സ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ എല്ലാ ബഡീസിനും ഹാപ്പി ബോൺ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. ഇന്ന് 7th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസിലെ സെക്കൻഡ് ലെസൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ കാര്യങ്ങളാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അതിനു മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ഇതിലാരാണ് ബോൾ ഫോക്കസ് ചെയ്യണേന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ? കളി കണ്ടവർക്ക് മനസ്സിലാവും. വീഡിയോൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റിൽ തരാം കേട്ടോ. ലെസൺ 2 വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്, ആ ലെസണാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു പിക്ചറൊക്കെ കാണാം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡിഡ് യു ഒബ്സർവ് ദ പിക്ചർ? ഡിഡിൻറ്റ് യു നോട്ടീസ് ലൈറ്റ് ബീയിങ് ഡിറക്റ്റഡ് ഇൻ ടു ദ ഹൗസ് യൂസിങ് എ മിറർ? അപ്പോൾ നിങ്ങൾ ആ ചിത്രം നോക്കിക്കേ. അത് നമ്മൾ മുഖമൊക്കെ നോക്കുന്ന മിററല്ലേ, അത് ഉപയോഗിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം എത്തിക്കുന്നതാണ് കുട്ടികൾ ചെയ്യുന്നത്. ഓക്കെ. വാട്ട് അതർ ഒബ്ജക്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ മിറർ? കണ്ണാടിക്ക് പകരം മറ്റേതൊക്കെ വസ്തുക്കളായിട്ട് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ലെറ്റസ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട്. നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന്. എ ടോർച്ച്, എ ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, ആൻ അലുമിനിയം വെസൽ, എ കാർഡ്ബോർഡ്, എ ഷൈനിങ് ഫ്ലോർ ടൈൽ, എ റൂഫ് ടൈൽ, എ കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് ആൻഡ് എ പേപ്പർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ടോർച്ച്, പിന്നെ പുതിയ സ്റ്റീൽ പ്ലേറ്റ്, അലുമിനിയം പാത്രം, ദെൻ കാർഡ്ബോർഡ്, മിനുസമുള്ള ടൈല്, നമ്മൾ വീടുകളിൽ ടൈൽ ഉപയോഗിക്കുന്നില്ല, അതിലത്തെ ടൈല്, ഓട്, ദെൻ കളറുള്ള തുണി, ദെൻ ഒരു പേപ്പർ, കടലാസ്. ഓക്കെ. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഡിറക്റ്റ് ലൈറ്റ് ഫ്രം ദ ടോർച്ച് or to each of these objects, tabulate the observed results in your science diary. ഇതിൽ കുറച്ച് ഒബ്ജക്റ്റുകൾ ടോർച്ച് ഉപയോഗിച്ചിട്ട് ഓരോ വസ്തുവിലേക്ക് പ്രകാശം പതിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതി ഫില്ല് ചെയ്യണം. അതിലിപ്പോൾ അവർ ഓരോ ആൻസർ കൊടുത്തിട്ടുണ്ട്. ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, അപ്പോൾ അതെങ്ങനെയായിരിക്കും? റിഫ്ലെക്ട്സ് എ ലൈറ്റ് വെരി വെൽ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഉള്ളത് ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ന്യൂ സ്റ്റീൽ പ്ലേറ്റ് അതിവിടെ സെക്കൻഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ മിറർ, ടോർച്ച് വെച്ചിട്ട് മിറർ ഉപയോഗിച്ചാൽ എന്താണ്? റിഫ്ലെക്ട്സ് ലൈറ്റ് വെരി വെൽ. ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടു, റിഫ്ലെക്ട്സ് ലൈറ്റ് വെരി വെൽ. ദെൻ തേർഡ് വൺ ആൻ അലുമിനിയം വെസൽ, അലുമിനിയം പാത്രം വെച്ചാൽ എങ്ങനെയാണ്? റിഫ്ലെക്ട്സ് ലൈറ്റ് പാർഷ്യലി, പകുതിയാണ് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ദെൻ എ കാർഡ്ബോർഡ്, ഡു നോട്ട് റിഫ്ലെക്ട്സ് ലൈറ്റ് ഇൻ നോട്ടബിൾ ലെവൽ, അത് കാണാനായിട്ട് പറ്റില്ല. എ ഷൈനിങ് ഫ്ലോർ ടൈൽ റിഫ്ലെക്ട്സ് ലൈറ്റ് വെരി വെൽ. ദെൻ എ റൂഫ് ടൈൽ ഡു നോട്ട് റിഫ്ലെക്റ്റ് ലൈറ്റ് ഇൻ എ നോട്ടബിൾ ലെവൽ. ദെൻ നെക്സ്റ്റ് വൺ എ കളേർഡ് പീസ് ഓഫ് ക്ലോത്ത് ഡു നോട്ട് റിഫ്ലെക്ട്സ് ലൈറ്റ് ഇൻ എ നോട്ടബിൾ ലെവൽ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എ പേപ്പർ റിഫ്ലെക്ട്സ് ലൈറ്റ് പാർഷ്യലി. ഇതുപോലെ പകുതിയാണ് കാണാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ നോക്കി വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ പേജിലേക്ക്, പേജ് നമ്പർ 24ലേക്ക് തന്നെ തിരിച്ചു വരിക കേട്ടോ. അതിൻ്റെ ആ ബോക്സിൻ്റെ അടിയിൽ ഒരു ബ്ലൂ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ എ സർഫേസ്. പ്രകാശം ഒരു പ്രതലത്തിൽ, ഒരു സ്ഥലത്ത് തട്ടി തിരിച്ചു വരുന്ന പ്രകാശത്തിൻ്റെ പ്രതിപതനം. അതായത് ഒരു ലൈറ്റ് ഒരു സ്ഥലത്തേക്ക് തട്ടിക്കഴിയുമ്പോൾ ശരിക്കും ലൈറ്റല്ല, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഒബ്ജക്ട്സ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വെൽ? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദെയർ സർഫേസസ്? നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഇതൊക്കെ ഏതെല്ലാം വസ്തുക്കളാണ് പ്രകാശം നന്നായിട്ട് തിരിച്ചയക്കുന്നത്, പ്രകാശം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ അങ്ങനെ തട്ടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. ആദ്യത്തെ ദ സർഫേസ് മാറ്റേഴ്സ്, ഓരോ പ്രതലം, ഓരോ ഇപ്പോൾ ലൈറ്റ് തട്ടിപ്പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ സ്ഥലങ്ങളെ പറ്റിയിട്ടാണ്, ആ സർഫേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്.
വാട്ട് ഹാപ്പൻ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫേസ്, ലുക്ക് അറ്റ് ദ ഫിഗർ. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രകാശം തട്ടിയിട്ട് തിരിച്ചു പോകുന്നതാണ് അത് കാണുന്നത്. നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിച്ചല്ലോ. അപ്പോൾ ഇതെന്താണ് ഇതിൽ കാണുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോക്സിലുള്ളത് വായിക്കാം. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ മിറർ, സ്റ്റീൽ പ്ലേറ്റ്, സ്മൂത്ത് ഫ്ലോർ, ടൈൽ എക്സെട്ര, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റെഗുലർലി. ദിസ് ഈസ് നോൺ ആസ് റെഗുലർ റിഫ്ലക്ഷൻ. മിറേഴ്സ് ആർ സർഫേസസ് വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ് റെഗുലർലി. അപ്പോൾ പറഞ്ഞു ഇവിടെ മിററ്, സ്റ്റീൽ പാത്രം, പിന്നെ സ്മൂത്ത് ഫ്ലോർ ടൈല്, അതൊക്കെ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ടാണ് അത് പതിക്കണം, അല്ലാണ്ട് വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടല്ല. ഇതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ ഇങ്ങനെ ക്രമമായിട്ട് പ്രതിപദിപ്പിക്കുന്ന ആ പ്രതലത്തിന്, ആ സർഫേസിനാണ് നമ്മൾ മിറേഴ്സ് ആർ സർഫേസസ് വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ് റെഗുലർലി. ആ സ്ഥലത്തിനെയാണ് നമ്മൾ മിറേഴ്സ് എന്ന് പറയുന്നത്. How does the light reflect when it falls on cardboard, roof tile, cloth, etc.? ഇതുപോലെ തന്നെ കാർഡ്ബോർഡ്, ഓട്, തുണി, അവിടെയൊക്കെ പ്രകാശം പതിക്കുമ്പോൾ എങ്ങനെയാണ് പതിക്കുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഡിഫ്യൂസ് റിഫ്ലക്ഷനാണ്. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റിലുള്ളത് വായിക്കാം. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫേസസ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇറഗുലർലി. ദിസ് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഇങ്ങനെ മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഒരു പല ക്രമരഹിതമായിട്ടാണ്, മറ്റോടത്ത് കൃത്യമായിട്ട് പോയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് താഴെ തട്ടിക്കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് അങ്ങനെ പല സ്ഥലത്തേക്കാണ് പോയേക്കണത്. ഇതിനെയാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലൈറ്റ് ആൻഡ് സൈറ്റ്. How do we see objects? Can we see objects in a dark room? Examine the illustration. Look at the path of light indicated by arrows. ഇനിയിപ്പോൾ പറയുന്നത് ലൈറ്റും സൈറ്റിനെ പറ്റി, പ്രകാശത്തിനെ പറ്റിയിട്ടും കാഴ്ചയെ പറ്റിയിട്ടും. അപ്പോൾ ചോദിക്കുകയാണ്, നമ്മൾ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇരുട്ടുള്ള മുറിയിൽ വെളിച്ചമൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് വസ്തുക്കളെയൊക്കെ കാണാനായിട്ട് കഴിയും. ഇനി താഴെ ഒരു ഇലസ്ട്രേഷൻ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ അവിടെ ഒരു കുട്ടി ഇരുന്ന് ലൈറ്റിൽ വായിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന ബൾബ്, കുട്ടിയുടെ കണ്ണ്, താഴെയാണ് പുസ്തകം ഇരിക്കുന്നത് കേട്ടോ. വി സീ ആൻ ഒബ്ജക്റ്റ് വെൻ ദ ലൈറ്റ് falling on the object is reflected into our eyes. Can you mark the path of light in the following picture? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ വസ്തുവിൽ വെളിച്ചം തട്ടിയിട്ട് മുകളിൽ നിന്ന് ബൾബിൽ നിന്ന് പുസ്തകത്തിലേക്ക് വെളിച്ചം വരുന്നു. ആ വെളിച്ചം എങ്ങനെയാണ് തട്ടുന്നത്, കണ്ണിലേക്ക് തട്ടുന്നതെന്ന് താഴെ നിങ്ങൾക്ക് തന്നെ വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അപ്പോൾ കാണാം. ഇനി ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? പിക്ചറിൻ്റെ അടിയിൽ നമുക്ക് കാണാം, ഹൗ ഡസ് ദ ഡ്രൈവർ സീ ദ ബോയ് ക്രോസിങ് ദ റോഡ് ഡ്യൂറിങ് എ ഡേ ടൈം. എങ്ങനെയാണ് ഡ്രൈവേഴ്സിന് ഒരു കുട്ടി പകൽ സമയത്ത് കുട്ടി ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത് കാണാൻ പറ്റുന്നത്. ഹൗ ഈസ് ദ ഡോഗ് സീൻ വെൻ ടോർച്ച് ഈസ് ലൈറ്റഡ്. ഇതെങ്ങനെയാണ് ഡോഗിനെ കാണാനായിട്ട് പറ്റുന്നത്. അത് 2 കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ അടിയിൽ താഴോട്ട് പിക്ചറിൻ്റെ താഴെ, ഡസ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് റീച്ച് അവർ ഐസ്? വാട്ട് മെത്തേഡ് ഡു വി യൂസ് ടു സീ അവർ ഓൺ ഫേസ്? നമ്മുടെ മുഖത്തിങ്ങനെ തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം കണ്ണിലേക്ക് പതിക്കുന്നുണ്ടോ? സ്വന്തം മുഖം കാണാനായിട്ട് നമ്മൾ എന്ത് മാർഗ്ഗമാണ് അപ്പോൾ സ്വീകരിക്കേണ്ടത്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് എ പ്ലെയിൻ മിറർ. നമ്മൾ മിററൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യത്തിനെ പറ്റിയാണ് ഇനി പറയുന്നത്. എക്സാമിൻ ദ സർഫേസ് ഓഫ് എ മിറർ വി യൂസ്. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഇറ്റ്സ് സർഫേസ്? നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം, മിററിൻ്റെ ഭാഗം, അതിൻ്റെ സർഫേസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രത്യേകതകൾ കാണാനായിട്ട് പറ്റും. എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫേസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. ഒരു മിറർ പ്ലെയിൻ ആയിട്ടുള്ള സർഫേസ് ആണെങ്കിൽ അതിനെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നു.
Now, what if we look at a steel plate or an aluminum plate instead of a mirror? How does the face appear? Note it down in your science diary. ഇനി ഈ കണ്ണാടിക്ക് പകരം ഇപ്പം നമ്മൾ മിറർ ഉപയോഗിക്കുന്നതിന് പകരം ആ മിററിൻ്റെ അവിടെ സ്റ്റീൽ പ്ലേറ്റോ അലുമിനിയം പ്ലേറ്റിലോ ഒക്കെ മുഖം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അപ്പം മുഖം എങ്ങനെയാണ് കാണുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഡിറക്ഷൻ ഓൺ വിച്ച് ദ ലൈറ്റ് ഫോളിങ് ഓൺ എ സർഫേസ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്? അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ ഫസ്റ്റിലൊക്കെ പഠിച്ചു, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റൊക്കെ പഠിച്ചു. അപ്പം ഒരു പ്രതലത്തിൽ ഇങ്ങനെ പതിക്കുന്ന ആ ലൈറ്റിൻ്റെ റേസ് ഇല്ലേ, അത് ഏത് ഡിറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അത് പലതിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുള്ളവർ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, സ്റ്റീൽ പാത്രം, പിന്നെ കാർഡ്ബോർഡ്, മിറർ, അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. വെൻ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്, ട്രൈ ഔട്ട് ദ ആക്ടിവിറ്റി ഷോൺ ഇൻ ദ പിക്ചർ. എങ്ങനെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണമെന്നും അത് പിക്ചറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. വെൻ യു ഡു ദിസ് എക്സ്പെരിമെൻറ്റ്, മിനിമൈസ് ദ ലൈറ്റ് ഇൻ ദ ക്ലാസ് റൂം ആസ് മച്ച് ആസ് പോസിബിൾ. വാട്ട് ഹാപ്പൻ വെൻ ദ ലൈറ്റ് ഫെൽ ഓൺ ദ മിറർ പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ? അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾ സ്കൂൾ ക്ലാസ് റൂമിൽ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പം നമ്മളൊരു മുറിയിൽ കിടന്നിട്ട് അവിടെ വെളിച്ചം അങ്ങനെ ഫുൾ ലൈറ്റ് ഇടാണ്ട് അത്ര ലൈറ്റ് ഇല്ലാണ്ട് കുറച്ചാക്കിയിട്ട് ഒരു ടേബിളിൻ്റെ അവിടെ ഒരു മിറർ വെച്ചിട്ട് പ്രകാശം അടിച്ചു കൊടുക്കാം. ടേബിളിൻ്റെ മീതെ മിറർ വയ്ക്കുക, എന്നിട്ട് പ്രകാശം വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. Repeat the activity by directing light on to the mirror from different directions. Different directionsലേക്ക് നിങ്ങൾ ലൈറ്റ് ഇങ്ങനെ മാറ്റി നോക്കുക. Do you see the light rays that move towards the mirror and those that are reflected from it? അപ്പം ഇങ്ങനെ മിററിലേക്ക് വരുന്ന റേസ് ഈ മിററിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്ന, അതായത് ഇപ്പോൾ ടോർച്ചിൻ്റെ അവിടെ നിന്ന് ലൈറ്റ് വരുന്ന പിക്ചറിൽ കാണാമല്ലോ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണ ലൈറ്റ്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടോ നോക്കാം. ട്രൈ ടു ഡ്രോ ദ ഫിഗർ. അതിന് ശേഷം അത് ഫിഗർ വരയ്ക്കുക. ദ റേ ഫോളിങ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. അങ്ങനെ ഇവിടെ മിററിൽ വന്ന് ഇരിക്കുന്ന റേനെ ഇൻസിഡൻറ്റ് റേ എന്നും അവിടെ നിന്ന് തട്ടി തിരിച്ചു പോകുന്നതിനെ റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ to the mirror at the point of incidence is called the normal. The angle between the incident ray and the normal is the angle of incidence, and the angle between the reflected ray and the normal is the angle of reflection. അപ്പോൾ നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയിട്ട് ആണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു നടുക്കുള്ളതാണ് നോർമലായിട്ടുള്ള, ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇൻസിഡൻറ്റ് റേ വരുന്നതുമാണ്. എന്നിട്ട് തട്ടി അതിനുശേഷം പ്ലെയിൻ മിററിൽ തട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ അത് ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരു മിററിൽ സർഫേസിന് നടുക്ക് വരുന്ന ആ ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. പിന്നെ ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് നടുക്കിലേക്ക് വരുന്ന ആ ലൈനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അറേഞ്ച് ആൻ apparatus as shown in the figure. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സാധനം വെച്ചിട്ട്, അതായത് നിങ്ങളുടെ പ്രൊട്ടക്ടർ വെച്ചിട്ടാണ് ഇതിൽ അടുത്തത് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഫിക്സ് എ സ്മോൾ മിറർ ഓർ
ഓൺ എനി വൺ ഓഫ് ദ ഇന്നർ സൈഡ് ഓഫ് എ ട്രാൻസ്പെറൻറ്റ് വെസൽ. ഒരു ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഒരു വശത്ത് ഒരു ചെറിയ മിറർ ഒട്ടിക്കണം. അതിനുശേഷം കട്ട് ഔട്ട് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്ടക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദ ആംഗിൾസ്. അതിനുശേഷം ആ ചാർട്ട് പേപ്പർ പ്രൊട്ടക്ടറിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് അതുമ്മേ അതിൻ്റെ ആംഗിൾസൊക്കെ എത്ര ഡിഗ്രിയാണെന്നുള്ളത് അത് എഴുതണം കേട്ടോ. അതിനുശേഷം പ്ലേസ് ദ വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ. അതിനുശേഷം പാത്രം ചാർട്ട് പേപ്പറിന് മുകളിൽ വയ്ക്കാം. Then take water in the vessel, add a few drops of milk or soap solution to it. This is to see the path of light clearly. അതിനുശേഷം ഒരു പോട്ടിൽ കുറച്ച് വാട്ടർ എടുക്കുക, അതിൽ ഒരു 3-4 ഡ്രോപ്സ് മിൽക്കോ അല്ലെങ്കിൽ സോപ്പ് അത് ചേർക്കാം. അപ്പം അതിൻ്റെ നമ്മൾക്ക് കറക്റ്റായിട്ട് ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദെൻ പ്ലേസ് എ ലേസർ ടോർച്ച് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് ബീം ഓൺ ദ മിറർ. ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ക്യാൻ ബി സീൻ. അപ്പം അങ്ങനെ എന്നിട്ട് ഒരു ലേസർ ടോർച്ച് ഉപയോഗിച്ചിട്ട്, അതായത് ലേസർ ടോർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ടോർച്ച് കണ്ടിട്ടില്ലേ, അതിനെയാണ് ലേസർ ടോർച്ച് എന്ന് പറയുന്നത്. അത് ഒരു ഏതെങ്കിലും ഒരു ആംഗിളിൽ വെച്ചതിന് ശേഷം ഓൺ ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ പ്രകാശം ലൈറ്റ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ അതിൻ്റെ താഴെ ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്, നോട്ട് ടേക്ക് കെയർ ഓഫ് ദ ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ഡസ് നോട്ട് ഫോൾ ഓൺ യുവർ ഐസ്. ലേസർ ടോർച്ചിൻ്റെ പ്രകാശം നമുക്കറിയാം, പലപ്പോഴും നമ്മളെ പാരൻസൊക്കെ പറയാറുണ്ട് ലേസർ ഒരിക്കലും കണ്ണിലേക്ക് അടിക്കരുതെന്ന്. ഒരിക്കലും നമ്മളെ കണ്ണിൽ അത് തട്ടാനായിട്ട് ഇടവരരുത് കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 27 വായിക്കാം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഒബ്സർവിങ് ദ അറേഞ്ച്ഡ് പേപ്പർ പ്രൊട്ടക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു പ്രൊട്ടക്ടറൊക്കെ നിങ്ങൾ പിന്നുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ നോക്കിയിട്ട് നമുക്ക് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഒക്കെ അവിടെ എഴുതാം. അപ്പം റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ചേഞ്ചിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ടാബുലേറ്റ് ദ റിസൾട്ട്സ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര വരും എന്നുള്ളത് നമുക്കത് ചെയ്ത് നോക്കിയിട്ട് അതിൽ എഴുതുക കേട്ടോ. ഇതിലിപ്പോൾ 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, അപ്പം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 തന്നെയായിരിക്കും. 10 ഡിഗ്രി ആണെങ്കിൽ 10 ഡിഗ്രി തന്നെയായിരിക്കും. 50 ആണെങ്കിൽ എത്രയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് ഡിറക്ഷനും വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആ സയൻസ് ഡയറി ഫില്ല് ചെയ്ത് വെക്കാം. അതിനുശേഷം അവിടെ പറയുന്നുണ്ട് അനലൈസ് ദ ടേബിൾ നിങ്ങൾ അത് ഫില്ല് ചെയ്താട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ അവിടെ ഫില്ല് ചെയ്യാം. അത് കഴിയുമ്പോൾ now isn't it clear that the angle of incident and reflection are always equal. അപ്പം മനസ്സിലായില്ലേ അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ. നെക്സ്റ്റ്, while looking in a mirror. Standing in front of a plain mirror, raise your left hand. Which hand of your image is raised? Lower the left hand and raise the right hand. അപ്പം കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കിയിട്ട് ആദ്യം നമ്മളുടെ ഇടത്ത് കൈ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തി നോക്കുക. അപ്പം നമുക്ക് മിററിൽ തോന്നും റൈറ്റ് ഹാൻഡാണ്. ഇത് വൈസ് വേഴ്സ ചെയ്ത് നോക്കാം. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ ഇമേജ്. ഇനി ഈ എന്താണ് ആ മിററിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. Doesn't our right side appear left and our left side appear right in the image? അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പൊന്തിക്കുമ്പോൾ റൈറ്റ് ആണെന്ന് നമുക്ക് തോന്നും, റൈറ്റ് ഹാൻഡ് പൊന്തിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് തോന്നിക്കും. ആ മിററിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് could be such a shift of the lateral side of the images on the opposite direction is called lateral inversion. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റ് നോക്കുമ്പോൾ റൈറ്റ് നോക്കുമ്പോൾ ലെഫ്റ്റും കാണുന്ന അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ കാണുന്നതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്.
ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റൈറ്റിംഗ് ആംബുലൻസ് ഇൻ ദാറ്റ് വേ? എന്തുകൊണ്ടാണ് ആംബുലൻസിൽ അങ്ങനെ തല തിരിച്ച് എഴുതണേന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഹോൾഡ് ദ പിക്ചർ ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ ആൻഡ് ട്രൈ ടു റീഡ് ആംബുലൻസ് ത്രൂ ദ മിറർ. ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ മിററിലൊന്ന് പിടിച്ച് നോക്കുക. വാട്ട് ഡു യു നോട്ടീസ്? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും? വോൺ ദ ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ moving in front, read it as ambulance by looking through the rear view mirror. Now don't you understand the reason for writing it like that? അപ്പം അവർ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ആംബുലൻസിൽ ഇങ്ങനെ എഴുതിയത് തല തിരിച്ചിട്ട് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നിൽ പോകുന്ന വാഹനത്തിലത്തെ ഡ്രൈവർക്ക് ബാക്കിൽ വരുന്ന ആംബുലൻസിനെ ഈ മിററിൽ കൂടെ കാണണം. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെക്കുന്നത്. വാട്ട് ആർ ദ അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? ട്രൈ ഔട്ട് ദിസ് ആക്ടിവിറ്റി. ഇനി ഇങ്ങനെ കാണുന്ന ആ മിററിൻ്റെ സ്പെഷ്യാലിറ്റി, പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പ്രവർത്തനം വഴി ചെയ്തു നോക്കുക. തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇത്തിരി സ്പീഡിൽ കാണിച്ച് അവിടെ പോസ് ചെയ്തതാണ്. ഇപ്രാവശ്യം കളി കണ്ടവർക്കൊക്കെ അത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയാണ്. ഇതിലിപ്പോൾ 3 പേരിൽ ആരാണ് ആ ബോളിനെ ടച്ച് ചെയ്യണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അത്രയും ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ അതിൽ തന്നെ നിൽക്കണം. എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ മാറിക്കളയരുത്. എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇനിയും വിളിക്കത്തില്ല. ബൈ ബൈ പഠി.